ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ സെക്കൻഡ് ടേം 2022-23 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എക്സാമിനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒബ്സർവ് ദ പിക്ചർ. താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചർ എന്ന് പറയുന്നത് ഒരു സീഡിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണല്ലേ. ഇനി ഇതിലെ എ ചോദ്യം ഐഡന്റിഫൈ ദ പാർട്സ് മാർക്ക്ഡ് എ ബി സി ആൻഡ് റൈറ്റ് ദെയർ നെയിം എന്നുള്ളതാണ്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് അതിൻ്റെ റാഡിക്കിൾ ആണ് അല്ലേ, റാഡിക്കിൾ ആണ്. ബി എന്ന് പറയുന്നത് കോട്ട്ലിഡൻ ആണ്. സി എന്ന് പറയുന്നത് പ്ലുമൂൾ ആണ്. ഇനി ബി ചോദ്യം വാട്ട് ചേഞ്ചസ് ഹാപ്പൻ ടു ഈച്ച് ഓഫ് ദീസ് പാർട്ട് ആസ് ദ പ്ലാന്റ് ഗ്രോസ്. ഓരോ പ്ലാന്റ് ഗ്രോസ് ചെയ്യുമ്പോൾ ഈ ഓരോ പാർട്ടിനും വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്? ഡ്യൂറിങ് ജെർമിനേഷൻ റാഡിക്കിൾ ഈസ് ദ ഫസ്റ്റ് ടു കം ഔട്ട്. റാഡിക്കിൾ ആണ് ഫസ്റ്റ് പുറത്തേക്ക് വരുന്നത്. റാഡിക്കിൾ ഗ്രോസ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഫോംസ് റൂട്ട്. ദ പ്ലുമൂൾ ഈസ് ദ പോർഷൻ ദാറ്റ് ഗ്രോസ് അപ്വേർഡ്സ് from the embryo. The plumule grows into stem. The germination seeds uses the food of the cotyledon until the leaves grow enough to synthesis food. അപ്പോൾ എന്താണ് ആദ്യം വരുന്നത്? നമുക്കറിയാം റാഡിക്കിൾസ് ആണ്. റാഡിക്കിൾസ് വന്ന് ആ റാഡിക്കിൾസ് എവിടെ ഉണ്ടാവുന്നത്? സോയിലോ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ടിലോ ആയിരിക്കും. അതുപോലെ പിന്നെ അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് പ്ലുമൂൾ ആണ്. പ്ലുമൂൾ എന്ന് പറയുന്നത് അതിൻ്റെ എംബ്രിയത്തിലാണ് അത് വളർന്നു വരുന്നത്. ഇനി ഈ പ്ലുമൂളാണ് നമ്മൾ സ്റ്റെമ്മായിട്ട് മാറുന്നത് അല്ലെ. പ്ലുമൂളിൽ നിന്നാണ് അവിടെ സ്റ്റെമ്മായിട്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ജെർമിനേഷൻ അതിൻ്റെ യൂസസ് അതുപോലെ തന്നെ എല്ലാം നടക്കുന്നത് നമ്മുടെ കോട്ട്ലിഡനിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓരോ സമയത്തും ഇതിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി സി എന്ന് പറയുന്നത് ക്ലാസിഫൈ ദ ഫോളോയിങ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദെയർ പെക്യുലാരിറ്റീസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ പെക്യുലാരിറ്റീസിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ സവിശേഷതകൾക്കനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് സീഡ് സ്പ്രൗട്ടിങ്. ഏതൊക്കെയാണ് സീഡ് സ്പ്രൗട്ടിങ്ങിലൂടെ ഉണ്ടാവുന്നത്? പടി ആൻഡ് പി അല്ലേ. ഇനി അടുത്തത് എന്താ കൊടുത്തിട്ടുള്ളത്? പ്രയോഫ്ലിയം എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ലീഫ് സ്പ്രൗട്ടിംഗ് ആണ് അല്ലെ, ലീഫാണ് അവിടെ. അതുപോലെ അതിൽ കൊടുക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് നിലപ്പന എന്ന് പറയുന്നത്, നിലപ്പന. ഇനി ടാപ്പിയോക്ക ആണെങ്കിലോ അവിടെ സ്റ്റെം സ്പ്രൗട്ടിംഗ് ആണ് നടക്കുന്നത്. സ്റ്റെമ്മാണ് നമ്മൾ കുഴിച്ചിട്ടിട്ട് അതാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ടോപ്പിയോക്കോ ആൻഡ് ജാസ്മിൻ. ഇനി റൂട്ട് സ്പ്രൗട്ടിംഗ് ആണെങ്കിൽ ഏതൊക്കെയാണ്? ബ്രെഡ് ഫ്രൂട്ട് അതുപോലെ തന്നെ കറി ലീവ്സ്. ഇത് രണ്ടുമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ആക്ടിവിറ്റി 2ലേക്ക് കടക്കാം. എ നെയിൽ കട്ടർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കട്ട് അവർ നെയിൽസ് ഈസിലി അല്ലെ. നെയിൽ കട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ നെയിൽസ് ഒക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്യാനാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് more devices which make our task easier in different situations. ഓരോ സിറ്റുവേഷൻസിലും നമ്മുടെ വർക്ക് ഈസിയർ ആക്കുന്ന ഓരോ സാധനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്താണ് ടേബിൾ ഒന്ന് നോക്കാം. സിറ്റുവേഷൻസ് വിച്ച് മേക്ക് ടാസ്ക് ഈസിയർ. നമ്മുടെ ടാസ്ക് ഈസിയർ ആക്കുന്നത് ഏതാണ്? ലൂസൺ ദ സ്ക്രൂ. ഏതോ ഉപയോഗിക്കുന്നത്? സ്ക്രൂ ഡ്രൈവർ ആണ്. അപ്പോൾ അവിടെ ഡിവൈസ് എന്നുള്ളിടത്ത് സ്ക്രൂ ഡ്രൈവർ എന്ന് കൊടുക്കാം. ഇനി സിസേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിസേഴ്സ് നമുക്ക് എന്താണ് അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ എന്തിനെയാണ് ഈസിയർ ആക്കുന്നത്? നമ്മുടെ ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യാണല്ലേ, ക്ലോത്ത് അല്ലെങ്കിൽ പേപ്പർ. അപ്പോൾ അവിടെ എഴുതാം ടു കട്ട് ക്ലോത്ത്, പേപ്പർ എക്സെട്ര. ഇനി ഫോർക്ക് ക്ലിപ്സ് ആണ്. ഫോർക്ക് ക്ലിപ്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടു പിക്ക് അപ്പ് വെരി സ്മോൾ തിങ്സ്, ചെറിയ തിങ്സിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സെക്കൻഡ് നോക്കൂ, ഒബ്സർവ് ദ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഐഡന്റിഫൈ എ ബി സി ഡി. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 2 ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിലെ ഓരോന്നിനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അവയുടെ ഒന്നാമത്തെ നമുക്കറിയാം എന്താണ്? നമ്മൾ ലെമണൊക്കെ ഇതാക്കുന്ന സാധനമാണ് അല്ലേ. അപ്പോൾ അതിൽ എ എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഫാൽക്രും ആണ്. ബി എന്ന് പറയുന്നത് അവിടെ റെസിസ്റ്റൻസ് ആണ്. അവിടെയാണ് നമ്മൾ ലെമൺ വെക്കുക. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് ആണ് സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ എഫേർട്ടാണ്. അപ്പോൾ അവിടെ എഫേർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സിസർ ആണ്. സിസറിൽ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഫാൽക്രുമാണെന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ സി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കട്ട് ചെയ്യുന്നത്. അവിടെ എന്താണ്? അവിടെയാണ് റെസിസ്റ്റൻസ് സംഭവിക്കുന്നത്. റെസിസ്റ്റൻസ്. ഡി എന്ന് പറയുന്നത് നമ്മൾ അവിടെയാണ് നമ്മുടെ എഫേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എഫേർട്ടും എന്ന് എഴുതി കൊടുക്കണം. ഇനി നമുക്ക് ആക്ടിവിറ്റി 3ലേക്ക് പോയാലോ? ഓക്കെ. ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത് ഒബ്സർവ് ദ പിക്ചർ. താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. എന്ന് പറയുന്നത് വിച്ച് ബൾബ് ഈസ് ദ ബെസ്റ്റ് യൂസ് വൈ. ഏത് ബൾബാണ് നമുക്ക്
ഉപയോഗിക്കാൻ നല്ലത്. എന്തുകൊണ്ട്? ഏതാണ്? ഇവിടെ LED ബൾബാണ് അല്ലെ, LED ബൾബാണ് ഉപയോഗിക്കാൻ നല്ലത്. ബിക്കോസ് അവിടെ വി ഗെറ്റ് എനർജി സേവിങ്, നമുക്ക് വളരെയധികം എനർജി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എഴുതേണ്ടത് LED ബൾബ് ബിക്കോസ് വി ഗെറ്റ് എനർജി സേവിങ്. ഓക്കെ, ദെൻ ബി എന്ന് പറയുന്നത് ആൻ ഇൻക്യുബേറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഹാച്ച് എഗ്സ് ആർട്ടിഫിഷ്യലി. വിച്ച് ബൾബ് ഈസ് യൂസ്ഡ് ഇൻ ദിസ് ഡിവൈസ്? വൈ? നമ്മൾ ഇൻക്യുബേറ്ററിൽ ഉപയോഗിക്കുന്നത്, ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടയൊക്കെ വിരിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്യുബേറ്റർ ഉപയോഗിക്കും. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഏത് ബൾബാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? അവിടെ നമ്മൾ ഫിലമെന്റ് ബൾബാണ് ഉപയോഗിക്കുന്നത്. ഫിലമെന്റ് ബൾബാണ്. കാരണം എന്താണ്? ഫിലമെന്റ് ബൾബ് ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫിലമെന്റ് ബൾബ് പ്രൊഡ്യൂസിങ് സോ മെനി ഹീറ്റ് അല്ലെങ്കിൽ വെരി ഹൈ ഹീറ്റ് എന്ന് നമുക്ക് കൊടുക്കാം. ഫിലമെന്റ് ബൾബ് പ്രൊഡ്യൂസിങ് ഹീറ്റ്. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് പ്രിപ്പയർ എ പോസ്റ്റർ വിച്ച് കണ്ടെയ്ൻസ് ദ മെസ്സേജ് ഓഫ് എനർജി കൺസർവേഷൻ ടു ബി ഡിസ്പ്ലേഡ് ഇൻ യുവർ സ്കൂൾ ഓർ എനർജി കൺസർവേഷൻ ഡേ. എനർജി കൺസർവേഷൻ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്ററാണ് നിർമ്മിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയയിലൊന്ന് നിർമ്മിക്കാം. വേണമെങ്കിൽ എഴുതേണ്ടത് എന്താണെന്ന് പറഞ്ഞുതരാം. കൺസേർവിങ് എനർജി ഈസ് ഈക്വൽ ടു പ്രൊഡ്യൂസിങ് എനർജി. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതി നല്ല പിക്ചറൊക്കെ വരച്ച് നിങ്ങൾക്കൊരു പോസ്റ്റർ തയ്യാറാക്കാം. ഇനി ആക്ടിവിറ്റി 4 ആണ്. ഹാവൻറ്റ് യു സീൻ ഫൈക്കസ് ട്രീസ് സ്പ്രൗട്ടിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് സം ബിൽഡിംഗ്സ്? വാട്ട് ഫീച്ചേഴ്സ് ഓഫ് ദ ഫൈക്കസ് ഫ്രൂട്ട് ഹെൽപ്ഡ് ദ സീഡ്സ് റീച്ച് ദർ? അവിടെ എത്താൻ എങ്ങനെയാണ് അതിനെ സഹായിക്കുന്നത്, എങ്ങനെയാണ് അത് അവിടെ എത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? നമുക്കറിയാം, ബേർഡ്സ് ഒക്കെ കഴിച്ചിട്ട് അവിടെ സീഡ് ഇട്ട് പോകുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം, ബേർഡ്സ് ഈറ്റ് ടു ദ സീഡ്, ഓൺലി ദ ഫ്ലഷി ഔട്ടർ പാർട്ട് ഓഫ് ദ സീഡ് ഗെറ്റ് ഡൈജസ്റ്റഡ്. ദ സീഡ് ഡസ് നോട്ട് അണ്ടർഗോ ഡൈജഷൻ. വെൻ ദ ബേർഡ് defecates, the seeds come out and fall to the ground. They germinate there. Seeds that happen to fall on the walls of buildings germinate and grow there. അങ്ങനെ. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് തന്നിട്ടുള്ളത് മെത്തേഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ, പ്ലാന്റ്സ്, അഡാപ്റ്റേഷൻ ഓഫ് സീഡ്സ് ത്രൂ എയർ എന്നുള്ളതാണ് ഫസ്റ്റ്. അവിടെ ഏത് പ്ലാന്റ്സ് എഴുതാം നമുക്ക്? പാപ്പസ് അല്ലെ, പാപ്പസ് എഴുതാം. അതിന്റെ അഡാപ്റ്റേഷൻ ഓഫ് സീഡ്സ് എന്നുള്ളിടത്ത് ഹെയർസ് ഓഫ് ദ സീഡ്സ്. ഇനി അടുത്തത് പ്ലാന്റ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. കോക്കനറ്റ് എങ്ങനെയാണ്? വാട്ടർ വഴി അല്ലെ, വാട്ടർ. അപ്പോൾ അവിടെ മെത്തേഡ് എന്നുള്ളിടത്ത് വാട്ടർ എന്ന് എഴുതാം. അഡാപ്റ്റേഷൻ എന്നുള്ളിടത്ത് ഹസ്ക് ഹെൽപ് ടു ഫ്ലോട്ട് ഓൺ വാട്ടർ. ഇനി പാൾസാം ആണ്. അതെങ്ങനെയാണ്? ബൈ ബേസ്റ്റിംഗ് ആണ്. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് സീഡ്സ് ആർ സ്ഫെറിക്കൽ. ഇനി ത്രൂ എനിമൽസ് ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ ജാക്ക് ഫ്രൂട്ട്, ദ ഫ്ലഷി ഫ്രൂട്ട് അട്രാക്ട്സ് എനിമൽസ് ആൻഡ് ബേർഡ്സ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ആക്ടിവിറ്റി 5 നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, ഒരു വർക്ക് നടക്കുന്ന ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ ഈസിയസ്റ്റ് വേ ഫോർ വിനോദ് ടു ക്യാരി ദ വെയ്റ്റ് ടു ദ ടോപ്പ്, എ ഓർ ബി? വാട്ട് വിൽ ബി ദ റീസൺ ഫോർ ഹിസ് സെലക്ഷൻ? ഏതാണ് ഇവിടെ ഈസിയസ്റ്റ് എന്ന് പറയുന്നത്? ബി ആണ്. എന്തുകൊണ്ടാണ്? അത് ലോങ് സ്ലാങ് ആയിട്ടാണ്, ഒരു ലോങ് സ്ലാൻഡ് ആയിട്ടാണ്. സംഭവം ലോങ് ആണ്, പക്ഷേ അതൊരു എന്താണ് ചെരിവ് പോലെയാണ്, സ്ലാൻഡ് ഹൈറ്റാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അവിടെ വെയിറ്റ് ഒക്കെ എത്തിക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഇനി ബി, സജസ്റ്റ് അനദർ വേ ടു ലിഫ്റ്റ് ഹെവി ഒബ്ജക്റ്റ് ടു ദ ടോപ്പ്. ഇതുപോലെ ഹെവി ഒബ്ജക്റ്റ് മേലേക്ക് കയറ്റിക്കാൻ പറ്റുന്ന എന്തെങ്കിലും രണ്ട് മെത്തേഡ്സ്, രണ്ട് ഒബ്ജക്റ്റിന്റെ രണ്ട് വേയുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഒന്ന് ലിഫ്റ്റ്, രണ്ട് പുള്ളി. ഈ രണ്ട് മെത്തേഡും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒബ്സർവ് ദ പിക്ചർ. താഴെ നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വേർ ക്യാൻ വി പ്ലേസ് ദ 2 kg വെയിറ്റ് ടു ലിഫ്റ്റ് ദ 5 kg വെയിറ്റ് ഈസിലി? വൈ? എങ്ങനെയാണ് അത്? നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? അവിടെ സി ആണല്ലേ, സി എന്ന് പറയുന്നത് അവിടെ മോർ ഡിസ്റ്റൻസ് ഇൻ ഫ്ലക്ട്രം ആൻഡ് എഫേർട്ട്. അവിടെ ഫ്ലക്ട്രും അതിൻ്റെ എഫേർട്ടും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക. ഇനി 6th ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഒബ്സർവ് ദ കൊളാഷ്. താഴെ നമുക്കൊരു കൊളാഷ് ആണ് തന്നിട്ടുള്ളത്. ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. എ ചോദ്യം, വാട്ട് ആർ ദ സോഴ്സസ് യൂസ്ഡ് ഇൻ ദ അബവ് കൊളാഷ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി? പ്രൊഡക്ഷൻ ഓഫ് എനർജിയിൽ ഉപയോഗിച്ചിട്ടുള്ള സോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഇലക്ട്രിസിറ്റി
ഫ്രം വേവ് അറ്റ് വിഴിഞ്ഞം. വിൻഡ്മിൽസ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് നിയർ ദ സീഷോർ. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഈസ് ദ വേൾഡസ്റ്റ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേർഡ് ബൈ സോളാർ എനർജി. ഇവിടെ ഏതൊക്കെയാണ് നമുക്കറിയാം. അവിടെ വേവ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, വിൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ദെൻ സോളാർ എനർജി അല്ലെങ്കിൽ സൺലൈറ്റ്. ഓക്കെ, ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ദീസ് എനർജി സോഴ്സസ്? ഈ എനർജി സോഴ്സുകളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ജനറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. എന്തൊക്കെയാണ്? സോളാർ എനർജി, വിൻഡ് ആൻഡ് സീ വേവ്സ് ആർ എനർജി സോഴ്സസ് വിച്ച് ആർ inexhaustible. These are called നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഇതൊക്കെ എന്താണ്? നോൺ കൺവെൻഷണൽ എനർജി ആണ്. ഇനി സി എന്ന് പറയുന്നത് നെയിം എനി ടു ഡിവൈസസ് ദാറ്റ് യൂട്ടിലൈസ് സോളാർ എനർജി. സോളാർ എനർജി കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും രണ്ട് ഡിവൈസിന്റെ പേര് എഴുതാനാണ്. എന്തൊക്കെ എഴുതാം? കാൽക്കുലേറ്റർ ഉണ്ട്, സോളാർ സ്ട്രീറ്റ് ലാമ്പ് ഉണ്ട്, സോളാർ ഹീറ്റർ ഉണ്ട്, സോളാർ കുക്കർ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സോളാർ എനർജി കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി ആക്ടിവിറ്റി നമ്പർ 7 ആണ്. റീഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളെല്ലാം വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബോർഡേഴ്സ് ക്ലോസ്ഡ്, ഹെവി മൺസൂൺ റെയിൻ, ലെവലിംഗ് പാഡി ഫീൽഡ് ഇന്റൻസിഫൈസ്, ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ റൈറ്റ് 3 ഫൈൻഡിങ്സ് ദാറ്റ് യു അറൈവ് അറ്റ് ദ എബവ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, എന്ത് പ്രോബ്ലമാണ് അവിടെ ഉള്ളത്? അവിടെ പ്രോബ്ലംസ് ഓഫ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് വെജിറ്റബിൾസ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ഇനി സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ടു ഓവർകം സച്ച് ക്രൈസസ്. ഈ ക്രൈസസ് ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മേക്കിംഗ് വെജിറ്റബിൾ ഗാർഡൻ, കൾട്ടിവേറ്റ് വെജിറ്റബിൾസ് ഫോർ അവർ നീഡ്സ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ നമുക്ക് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ആക്ടിവിറ്റി നമ്പർ 8ലേക്ക് കടക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ഫ്യൂവൽസ് ഇൻടു സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അപ്പോൾ നമുക്ക് ഇവിടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന രീതിയിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ സോളിഡിൽ വരുന്നത് എന്തൊക്കെയാണ്? ഫയർവുഡ് ആൻഡ് കോള്. ലിക്വിഡ് ആണെങ്കിലോ ലിക്വിഡിൽ പെട്രോള് ആൻഡ് കെറോസിൻ. ഗ്യാസ് ആണെങ്കിൽ ഹൈഡ്രജൻ ആൻഡ് LPG. ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഇനി ഇതിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, വിൽ ദ ഫോസിൽ ഫ്യൂൽസ് ലൈക്ക് പെട്രോൾ, ഡീസൽ ആൻഡ് LPG വാനിഷ് ഫ്രം എർത്ത് ഇൻ ഫ്യൂച്ചർ? റൈറ്റ് യുവർ ഒപ്പീനിയൻ ആൻഡ് എക്സ്പ്ലെയിൻ. എങ്ങനെ എഴുതാം നമുക്ക്? യെസ് അല്ലേ, ഇത് കൺസേർവ് എനർജിയാണ്. ഇറ്റ് ഈസ് കൺസേർവ് energy. Conventional fuels will get exhausted if not judiciously used. Petroleum mainly used to produce petrol, diesel, kerosene, tar and LPG. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഓരോ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.